പല കാര്യങ്ങളിലും ബിഗ് ബോസിലെ മുൻ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമാണ് സീസൺ 7. മുൻ സീസണുകളിലേതുപോലെ ഒരു മത്സരാർത്ഥിക്ക് വൻ ഭൂരിപക്ഷം പറയാനില്ലാത്ത സീസണിലെ ഫിനാലെ വീക്ക് പോലും പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. മുൻ സീസണുകളിലെ ഫിനാലെ വീക്കിലും മുൻ മത്സരാർത്ഥികളുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ സൗഹൃദ നിമിഷങ്ങളായിരുന്നു സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഇക്കുറി അങ്ങനെയായിരുന്നില്ല. സംഘർഷ നിമിഷങ്ങൾ പലതിനും സാക്ഷ്യം വഹിച്ചു ഈ വാരം മത്സരാർത്ഥികളും പ്രേക്ഷകരും. പഴയ മത്സരാർത്ഥികൾ തിരിച്ചെത്തിയപ്പോൾ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടായത് അനുമോളുമായി ആയിരുന്നു. ഇപ്പോഴിതാ അതേക്കുറിച്ച് സീസൺ 5 വിജയിയായ അഖിൽ മാരാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. അനുമോൾക്കെതിരെ പലപ്പോഴും ഉന്നയിക്കപ്പെട്ട ആരോപണമാണ് വലിയൊരു തുകയ്ക്ക് പുറത്ത് PR കൊടുത്തിട്ടുണ്ട് എന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ PR ആണ് അനുവിനു വേണ്ടി തിരിച്ചെത്തിയ മത്സരാർത്ഥികൾ ചെയ്തിരിക്കുന്നതെന്ന് അഖിൽ മാരാർ പറയുന്നു. അറിഞ്ഞോ അറിയാതെയോ അനുമോൾ ബിഗ് ബോസിലെ ഒരു വലിയ കോണ്ടന്റ് ക്രിയേറ്ററായി മാറുകയാണ്. അനുമോളാണ് അവസാന നിമിഷം ബിഗ് ബോസിൽ ഒരു ചർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അനുവിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ PR-മായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇത്രയും പമ്പര വിഡ്ഢികളായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നാളിതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ പുറത്തുപോയ പല മത്സരാർത്ഥികൾക്കും അനുവിനോട് വിരോധമുണ്ട്. ശൈത്യയും ബിൻസിയും അടക്കമുള്ളവർ അകത്ത് കയറിയിട്ട് കൂട്ടമായി അറ്റാക്ക് നടത്തുകയാണ്. നീ പൈസ കൊടുത്തിട്ടാണ് നിന്നത് എന്നൊക്കെ പറയുന്നു. അഖിൽ മാരാർ പറയും, തങ്ങൾക്ക് ഇന്നലെ വരെ പുറത്തുണ്ടായിരുന്ന പേരുദോഷം മാറാൻ അകത്ത് കയറി അതിലും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പര വിഡ്ഢികൾ. അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയി അറ്റാക്ക് ചെയ്തിട്ട് ഫിനാലെ വീക്കിൽ അനുവിനെ ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിഡ്ഢികളാണ് അനുവിന്റെ യഥാർത്ഥ PR-കൾ. അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു.